അനിൽകുമാർ, ഇപ്പോൾ ഏതായാലും അവർ ചോദിച്ച ചോദ്യം വളരെ ശരിയാണ്. പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നുള്ള ചോദ്യം. ഉത്തരം വളരെ കൃത്യമായി തെളിവായി തെളിയുന്നുണ്ട്. അടൂർ പ്രകാശ് ആണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവിടെ കൊണ്ട് കയറ്റിയത്. അടൂർ പ്രകാശും ആൻ്റണിയും മറ്റുള്ളവരുമാണെന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആ ചോദ്യം, പോറ്റിയെ കയറ്റിയത് അവിടെയാണെങ്കിൽ ബെയിലിലേക്ക് കയറ്റിയത് LDF സർക്കാരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഈ അന്വേഷണം ഒരുപക്ഷെ VD സതീശൻ പറഞ്ഞ പോലെ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്ന അന്വേഷണം, അതിൽ ദില്ലി കണക്ഷൻ, സോണിയാഗാന്ധി അടക്കമുള്ളവരുടെ പങ്കെന്ത്, അടൂർ പ്രകാശിൻ്റെ പങ്കെന്ത്, ആൻ്റണിയുടെ പങ്കെന്ത്, ഉത്തരം പറഞ്ഞേ പറ്റൂ. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശബരിമലയെ ഒരു രാഷ്ട്രീയ വിവാദ കേന്ദ്രമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അവിടെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു മോഷണം നടന്നു. അത് ക്രിമിനൽ കുറ്റകൃത്യമാണ്. ഒരു ക്രിമിനൽ കുറ്റത്തിൽ പങ്കാളിത്തമുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ശബരിമലയുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നവർ ചെയ്യേണ്ടത്. അതിന് കേരള സർക്കാർ പിന്തുണ കൊടുത്തു. അന്വേഷണ ഏജൻസികൾ എന്താണോ കണ്ടെത്തുന്നത് അതിനൊപ്പം നിൽക്കുക എന്നതാണ് LDFന്റെ സമീപനം. UDF അതല്ല. അന്വേഷണ ഏജൻസികളെ UDF വെല്ലുവിളിക്കുകയാണ്. ഇപ്പൊ തന്നെ സ്വർണമോഷണം നടത്തിയ ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും പോറ്റിയെയും ജയിലിൽ അടച്ചു. UDF നേതാക്കന്മാർ വാദിക്കുന്ന എന്താണ്? ഭണ്ഡാരി സ്വർണം അരിച്ചെടുത്തിട്ടില്ല, അത് ഗോവർദ്ധൻ വിലയ്ക്ക് വാങ്ങിച്ചിട്ടില്ല. ദ്വാരപാലക ശില്പങ്ങൾ വിദേശത്തേക്ക് 500 കോടി രൂപയ്ക്ക് കടത്തുകയാണ് ഉണ്ടായത്. അതിനർത്ഥം എന്താണ്? അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് സത്യമല്ല. ഇതാണ് ഈ കേസിലെ യഥാർത്ഥ പ്രശ്നം. ഇങ്ങനെ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണ് UDF ബോധപൂർവം തുടക്കം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് എടുത്ത നിലപാട് സാധൂകരിക്കാൻ വേണ്ടി പുതിയ പുതിയ നുണകൾ നിർമ്മിക്കുന്നു. ഒരു വിദേശ വ്യവസായി അവതരിപ്പിക്കുന്നു, അയലിലൂടെ ചില ആളുകളെ കൊണ്ടുവരുന്നു. എന്നാൽ ഇതിന്റെ ഒന്നും വസ്തുതകൾ പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരാൻ ഇവർ തയ്യാറല്ല. കാരണം എന്താണ്? കെട്ടുകഥകളെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ എന്തോ വലിയ കൊള്ള നടന്നു എന്ന ആഖ്യാനം ഉണ്ടാക്കുകയാണ്. ശബരിമലയിൽ നടന്നതായി നമ്മുടെ മുമ്പുള്ള കാര്യം എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പത്തിലെയും കട്ടളപ്പടിയിലെയും അതുപോലെ തന്നെ വാതിലുകളിലെയും സ്വർണം ഊറ്റി. അതുകൊണ്ട് തന്നെ കൃത്യമായ നിയമ നടപടി അതിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കേരളത്തിൽ പിണറായി നൽകിയിരിക്കുന്ന ഉറപ്പ്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ രാഷ്ട്രീയമായി UDF ദുരുപയോഗിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് പോറ്റിയെ കയറ്റി എന്ന ഒരു വാദം ഉന്നയിക്കുന്നത്. പോറ്റിയെ കയറ്റി എന്ന പാട്ട് ചരിത്രത്തിൽ തന്നെ UDFന് വിനയായി തീരാൻ പോവാണ്. അതിന് കാരണം എന്താണ്? പോറ്റിയെ ശബരിമലയിൽ ആദ്യമായി കയറ്റിയത് പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരിക്കുന്ന ബോർഡാണ്. ആ ബോർഡിൽ അജയ് തറയിലുണ്ട്. അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണൻ അടങ്ങുന്ന ബോർഡിന്റെ കാലത്ത് അവിടെ കൊടിമര പൂജയുമായി ബന്ധപ്പെട്ട് ഈ പോറ്റിയെ കൊണ്ടുവന്ന് പൂജ ചെയ്യിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ അതിന്റെ ചിത്രങ്ങളുണ്ട്. അതിനുശേഷമാണ് ശബരിമലയുടെ പ്രതിനിധികളായി ശബരിമലയുടെ MPയും ശബരിമലയുടെ MLAയും ചേർന്ന് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ശബരിമലയുടെ പ്രതിനിധികളായി പോറ്റിയെയും ഗോവർദ്ധനെ അവതരിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 കള്ളന്മാരെ, മോഷ്ടാക്കളെ, അവരെ ശബരിമലയുടെ പ്രതീകങ്ങളായിട്ടാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോകുന്നത്. ഇതല്ലേ കോൺഗ്രസ് ചെയ്ത ക്രൂരത? ആന്റണിയും അതുപോലെ തന്നെ അടൂർ പ്രകാശും ചെയ്ത ക്രൂരത. എന്താവശ്യത്തിനാണ്? ശബരിമലയുടെ എന്ത് ബന്ധമാണ് പോറ്റിക്കും അതുപോലെ തന്നെ ഗോവർദ്ധനും യഥാർത്ഥത്തിൽ അവരുടെ പ്രതിനിധിയായി ശബരിമലയുടെ പ്രതിനിധിയായി കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് എങ്ങനെ ധൈര്യം വന്നു? അപ്പൊ സോണിയാഗാന്ധിയെ കബളിപ്പിക്കാം, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ മറ്റു താല്പര്യങ്ങൾ നടപ്പാക്കി കൊടുക്കാം, അതിന് പോറ്റി ഉപയോഗിക്കാം. ഇപ്പൊ തന്നെ UDFന് വേണ്ടി ചാനൽ ചർച്ചകളിൽ അവതരിക്കുന്ന അവതാരകരുണ്ടല്ലോ. ചില ചാനലിലൊക്കെ പണ്ട് കൈരളിയിലുണ്ടായിരുന്ന ചില ആളുകൾ UDFന്റെ വക്താക്കളായി മാറി. അവർ തന്നെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പോയി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി ഒരു ചരട് കെട്ടിക്കൊടുത്താൽ, ഒരു അയ്യപ്പ പൂജ നടത്തി കൊടുത്താൽ എന്താ കുഴപ്പം? അപ്പൊ നമ്മുടെ ചോദ്യമാണ്, ശബരിമലയുടെ പ്രതിനിധിയായി അയ്യപ്പ പൂജ നടത്താൻ പോറ്റിയെ ആര് തീരുമാനിച്ചു? ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ആ പൂജ നടത്തിയ ആര്? ആ പൂജ പോറ്റിയെ കൊണ്ട് നടത്തിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ദേവസ്വം ബോർഡിന്റെ പ്രതിനിധിയായി ഈ പോറ്റിയെയും ഗോവർദ്ധനെയും കൊണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി അയ്യപ്പ പൂജ നടത്തി എന്ന വസ്തുതയിലെ പുറത്തു വന്നത്. ശരി അനിൽകുമാർ, ഏതായാലും ആ ചോദ്യം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പോറ്റിയെ കയറ്റിയത് ആരെന്നുള്ള ചോദ്യം അവർക്ക് തന്നെ വിനയായിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ ജൻപത്ത് 10ലേക്ക് ഈ പോറ്റിയെ കയറ്റിയത് ആരാണ്? ശബരിമലയിലെ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലേക്ക് പോറ്റിയെ കയറ്റിയത് ആരാണെന്നുള്ള ആ ചോദ്യത്തിന് ഇപ്പോൾ കൃത്യമായ മറുപടികൾ, ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.